ജീവിതത്തിൽ ഒരു കവർച്ചയുടെ ഇല്ലെങ്കിൽ ഒരു നഷ്ടത്തിന്റെ ഒരു പരാജയത്തിന്റെ ഒരു അനുഭവമാണ് ഈ പകൽക്കാലം അനുഭവിക്കുന്നത് എങ്കിൽ, if you are going through a situation of destroyment, or if you are going through a situation of loss in your life, അത് ദൈവത്തിൽ നിന്നുള്ളതല്ലത്രേ, അത് കള്ളൻ കവർന്നെടുത്തത് തന്നെയത്രേ എന്ന് വചനം പറയുന്നു. that is not coming from above, that's not from the God, but it is coming from the thief. കാരണം ഇവിടെ പറയുന്നു അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ കടന്നു വരുന്നില്ല എന്ന്. Because we know that the thief is coming to steal, kill and destroy. അവിടെ അപ്രകാരം കാണുമ്പോൾ നമുക്ക് ഇപ്രകാരം നമുക്ക് ഉറച്ചു വിശ്വസിക്കുക തന്നെ വേണം. When we are reading that first verse, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില സമൃദ്ധിയെ ഇല്ലെങ്കിൽ സമാധാനത്തെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആത്മീക ഹല്ലേലൂയ തലത്തെ ഈ പകൽക്കാലം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് കള്ളൻ നശിപ്പിച്ചത് കട്ടെടുത്തത് തന്നെ അത്രേ എന്ന് വചനം പറയുന്നു. When you are facing your situation or the circumstances, you might feel like that my happiness and my peace been destroyed, it's been taken away, but that's not from God, it's been taken by the thief who has come to steal and destroy. അത് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കുറ്റം കൊണ്ട് അല്ല അത്രേ. ചിലപ്പോൾ ലോകക്കാർ പറയുമായിരിക്കാം അത് നിന്റെ നടപ്പ് കൊണ്ടാണ്, നിന്റെ കഴിവ് കേട് കൊണ്ടാണ് എന്ന്. If you ever think that there's something lagging or lacking in my life, it's not because of your problem, it's the world may say that your way of life is like that, that's why you destroy it. എന്നാൽ വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. യേശു കർത്താവ് നമ്മളെ ക്രൂശിക്കുവാൻ കടന്നു വന്നവനല്ലത്രേ, അവൻ ക്രൂശീകരിക്കപ്പെട്ടത് നമ്മളെ രക്ഷിക്കുവാൻ തന്നെയത്രേ. But from the word we know that we have got that assurance that Christ Jesus had come to this world not to punish us, he had come to rescue us from everything. അങ്ങനെയെങ്കിൽ കള്ളൻ കവർന്നു തിന്നുവാൻ ഇടവരുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. But if that is the situation, that how the thief enters to our life, ഒരുപക്ഷെ നമ്മുടെ ചില ബലഹീനതകളുണ്ട്, നമ്മൾ അടയ്ക്കുവാൻ മറന്നുപോയ ചില വാതിലുകളുടെ ഹല്ലേലൂയ ഉറപ്പ് ലോക്ക് ഹല്ലേലൂയ ഉറപ്പില്ലാത്തത് കൊണ്ട് കള്ളൻ അത് തകർത്തതിനിടയിൽ കയറുവാൻ ഇടവരുന്നു. it might be a reason that the weaknesses that we are holding or a shortcoming from our side, but we are forgetting to close the door tightly. എന്നാൽ ആ ബലഹീനതകൾക്ക് മേലെ തളർന്നിരിക്കുവാൻ അല്ലത്ര ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അവന്റെ ബലത്താൽ നമ്മൾ ശക്തീകരിക്കപ്പെടുവാൻ തന്നെയത്രേ. Hallelujah. If you have a weakness, he hasn't called us to be staying in that weakness forever. He has called us to be recovering and overcoming that situation.